നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ സൗമ്യ. ഞാൻ കൊച്ചി അമൃത ഹോസ്പിറ്റലിലെ ഡെർമറ്റോളജി വിഭാഗം അഡീഷണൽ പ്രൊഫസറും കൺസൾട്ടന്റുമാണ്. സോറിയാസിസ് എന്താണ്? അതെങ്ങനെയൊക്കെ ചികിത്സിക്കാം? എന്തൊക്കെയാണ് അതിൻ്റെ ചികിത്സയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ? ഇതിനെക്കുറിച്ചൊക്കെയാണ് നമുക്കിന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. കാരണം സോറിയാസ് കുറേ പേര് കേട്ടിട്ടുണ്ടെങ്കിൽ അത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ധാരണ ഒരുപക്ഷെ കുറവായിരിക്കും. അപ്പോൾ സോറിയാസിസ് സ്കിന്നിൽ വരുന്ന ഒരു അസുഖമാണ്. അത് നമ്മുടെ സ്കിന്നിലുള്ള പ്രതിരോധ ശ്രേണിയിലുള്ള കോശങ്ങളിൽ വരുന്ന മാറ്റം കൊണ്ട് വരുന്നതാണ്. അതൊരു ഇമ്മ്യൂൺ ഡിസീസാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ ടേംസിൽ ഇമ്മ്യൂൺ ഡിസ്റെഗുലേഷൻ എന്നൊക്കെ പറയും. അല്ലാതെ അത് സ്കിന്ന് ഓവറായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നതുകൊണ്ടോ അങ്ങനെയൊക്കെ പണ്ട് വിചാരിച്ചിരുന്നു. അല്ലാതെ വേറെ എന്തെങ്കിലും ദോഷം, അങ്ങനെ പല മിഥ്യാധാരണകൾ, ദോഷങ്ങൾ കൊണ്ട്, ഡ്രൈ ആവുന്നത് കൊണ്ട്, താരൻ കൊണ്ട് എന്നൊക്കെ പറയുമെങ്കിലും അത് ഒരു ഇമ്മ്യൂൺ ഡിസീസാണ്. അപ്പോൾ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുന്നതും ആ ഒരു ദൃഷ്ടികോണിൽ കൂടിയാണ്. ഇമ്മ്യൂൺ മോഡുലേറ്റേഴ്സ് ആയിട്ടുള്ള മരുന്നുകളാണ് നമ്മൾ അതിന് കൊടുക്കുക. അപ്പോൾ സോറിയാസിസ് പല രീതിയിൽ നമുക്ക് വരാം. അത് ഇങ്ങനെ ചുവന്ന തടിച്ച പാടുകൾ, അതിന് മുകളിൽ ശൽക്കങ്ങൾ പൊതിഞ്ഞിട്ടുണ്ടാവും. സ്കെയിലി പ്ലാക്സ് എന്ന് പറയും. ശൽക്കങ്ങൾ പൊതിഞ്ഞ ചുവന്ന പാടുകൾ, തടിച്ച പാടുകളായിട്ടാണ് സോറിയാസിസ് വരിക. തലയിൽ സ്കാൽപ് സോറിയാസ് ആയിട്ട് വരാം. പലപ്പോഴും സ്കാൽപ് സോറിയാസ് വരുമ്പോൾ താരനാണോ സോറിയാസ് ആണോ എന്ന് ചിലപ്പം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കേണ്ടതാണ്. പിന്നെ കൈകാലുകൾ, കൈപ്പത്തി, കാൽപ്പത്തി, പാമു പ്ലാന്റർ സോറിയാസ്, ചിലപ്പോൾ അത് ചിലർ വിണ്ട് കീറൽ മാത്രമാണ്, ഡ്രൈ സ്കിൻ ആണെന്നൊക്കെ തെറ്റിദ്ധരിക്കാം. അത് പാമു പ്ലാന്റർ സോറിയാസിസ് അങ്ങനെ വരാറുണ്ട്. പിന്നെ ദേഹം മൊത്തം വരുന്ന സോറിയാസ് ഉണ്ട്. ഈ നേരത്തെ പറഞ്ഞ ചുവന്ന ശൽക്കങ്ങൾ പൊതിഞ്ഞ പാടുകളായിട്ട് ചിതൽപുറ്റ് പോലെയൊക്കെ വരുന്ന എക്സ്പോളിയേറ്റീവ് സോറിയാസിസ് ഉണ്ട്. പിന്നെ പഴുപ്പ് ഉരുക്കൾ ആയിട്ട് വരുന്ന പസ്റ്റുലർ സോറിയാസിസ് ഉണ്ട്. ഇതിൽ ദേഹം മൊത്തം വരുന്ന സോറിയാസിസും അതുപോലെ പസ്റ്റുലർ ഫോംസ്, പഴുപ്പ് ഉരുക്കൾ വരുന്ന സോറിയാസും കുറച്ചധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഒരു ലെവൽ കഴിഞ്ഞ് അതിൻ്റെ സിവിറിറ്റി കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹെൽത്തിന് കാര്യമായിട്ടുള്ള ഒരു ഡാമേജ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ മരണം വരെ വരാവുന്ന അവസ്ഥകളിലേക്ക് ലീഡ് ചെയ്യാറുമുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ സോറിയാസിസിൻ്റെ ഒരു പ്രശ്നം, അതൊരു ക്രോണിക് ഡിസീസാണ്. കുറേ നാൾ നിൽക്കുന്ന ഒരു അസുഖം ആയതുകൊണ്ട് ഈ പലരും പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ ഇത് നടത്താറുണ്ട്. പല ഓൾട്ടർനേറ്റീവ് തെറപ്പീസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം അതെല്ലാം അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണെങ്കിലും അതെല്ലാം വളരെ സൂക്ഷിച്ചിട്ട് മാത്രം വേണം നമ്മൾ ചെയ്യാൻ. കാരണം ഇങ്ങനത്തെ ഫോംസിലേക്ക് ഇത് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഡാമേജ് ഉണ്ടാക്കാം. ഇന്നത്തെ കാലത്ത് നമ്മൾ സോറിയാസിസ് ട്രീറ്റ് ചെയ്യാൻ പല രീതിയിലുള്ള മാർഗങ്ങൾ നമുക്ക് അവലംബിക്കാവുന്നതാണ്. വളരെ ആശാവഹമായിട്ടുള്ള മാറ്റങ്ങളാണ് കഴിഞ്ഞ ഒരു 5-10 വർഷത്തിൽ വന്നിട്ടുള്ളത്. ഒരുപാട് ടാർഗറ്റഡ് തെറപ്പീസ് ഈ മേഖലയിൽ വന്നു. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ആഴ്ചയിൽ കൊടുക്കുന്ന മെത്തട്രക്സേറ്റ് മുതലായിട്ടുള്ള മരുന്നുകളായിരുന്നു കുറച്ച് കൂടുതൽ സോറിയാസിസ് ഉള്ളവർക്ക് സ്ഥിരമായിട്ട് കൊടുക്കാറ്. പക്ഷെ നമുക്കപ്പോൾ പല രീതിയിലുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുക, ലിവർ ടെസ്റ്റുകൾ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി ടാർഗറ്റഡ്, അതായത് കുറച്ചും കൂടി നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് എവിടെയാണോ നമുക്ക് മാറ്റം വന്നിരിക്കുന്നത്, എവിടെയാണോ രോഗാവസ്ഥയിൽ മാറ്റം വന്നിരിക്കുന്നത്, അവിടെ മാത്രം ടാർഗറ്റ് ചെയ്ത് നേരെയാക്കുന്ന രീതിയിലുള്ള മരുന്നുകൾ, ബയോളജിക്സ് മുതലായിട്ടുള്ള മരുന്നുകളെല്ലാം ഒരുപാട് ഇപ്പോൾ ഈ ഒരു സോറിയാസിസിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് നമ്മൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനെപ്പോഴും ഒരു പ്രശ്നം വരുന്നത് അതിൻ്റെ ഒരു കോസ്റ്റ് ആണെങ്കിലും ഈ ചികിത്സയുടെ വരുന്ന ചെലവിലും ഇപ്പോൾ ഗണ്യമായിട്ടുള്ള മാറ്റങ്ങൾ, ഈ മരുന്നുകളുടെ എല്ലാം വില അവരുടെ പേറ്റന്റ് എക്സ്പയർ ചെയ്യുന്നതോടെ കുറഞ്ഞും വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കൊരു പുതിയ മരുന്നുകൾ വരുന്നതോടുകൂടി ഈ പറഞ്ഞ പോലെ നമ്മുടെ രോഗത്തിൻ്റെ ചികിത്സിക്കാനുള്ള കോസ്റ്റും കുറഞ്ഞു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു മേഖലയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ സോറിയാസിന് ചികിത്സയില്ല, മാറുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വന്നവരും അതൊന്ന് റീതിങ്ക് ചെയ്യേണ്ട ഒരു സമയവും കൂടിയാണിപ്പോൾ. പിന്നെ പല രീതിയിലുള്ള ഫോട്ടോ തെറപ്പി ഡിവൈസസ് ഇപ്പോൾ അവൈലബിൾ ആണ്. വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫോട്ടോ തെറപ്പി അതെല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ്. പല പുതിയ ഓയിൻമെൻറ്റുകളിൽ പുതിയതൊന്നും നമുക്ക് ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടില്ല, എങ്കിലും അത് പലതും അണ്ടർ ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള മാറ്റങ്ങൾ സോറിയാസിസിൽ വന്നിട്ടുണ്ട്. പിന്നെ ട്രീറ്റ്മെൻറ്റ് കൂടാതെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാണ് ചികിത്സയിൽ. അതായത് മെഡിക്കൽ മരുന്നുകൾ അല്ലാതെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമുക്ക് അമിതവണ്ണം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക, പുകവലി, മദ്യപാനം മുതലായിട്ടുള്ള ദുശ്ശീലങ്ങൾ കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുക, കഴിയുന്നതും ഒരു സ്ട്രെസ്സൊക്കെ എടുക്കാതെ കുറച്ച് ഹാപ്പി ആയിട്ട് റിലാക്സ്ഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യുക. ഇൻഫെക്ഷൻസിൻ്റെ ഒരു പ്രശ്നം, ഇൻഫെക്ഷൻസ് പലപ്പോഴും അസുഖം ഫ്ലെയർ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രിക്കോഷൻസ്, വാക്സിൻസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കൂടി ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോറിയാസിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ കുറച്ചും കൂടി പണ്ടത്തെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടി എന്താ പറയുക, അതിൽ ആശാവഹമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടെന്ന് തന്നെ വേണം പറയാൻ.